പത്തനംതിട്ടയിലെ നായ വളർത്തൽ കേന്ദ്രം ഒഴിയാൻ പഞ്ചായത്ത് നൽകിയിരിക്കുന്ന സമയപരിധി ഈ മാസം 20-ന് അവസാനിക്കും. അടൂർ ഏറത്ത് അന്തിച്ചിറയിലാണ് നാട്ടുകാർക്ക് ആകെ ശല്യമായ നായ വളർത്തൽ കേന്ദ്രമുള്ളത്. അതേസമയം സൗകര്യപ്പെട്ടാൽ സ്ഥലം ഒഴിഞ്ഞു പോകുമെന്നാണ് നടത്തിപ്പുകാരുടെ നിലപാട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ കുരച്ചുകൊണ്ടേയിരിക്കും. ഒന്നും രണ്ടുമല്ല, 80-ലധികം നായ്ക്കളുണ്ട് ഈ വീട്ടിൽ. താമസിക്കുന്ന വീട്ടിലും തൊട്ടടുത്തുള്ള ഷെഡിലുമടക്കം നായ്ക്കളെ വളർത്തുന്നുണ്ട്. കോഴഞ്ചേരി സ്വദേശിനിയായ സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച സന്ധ്യയും മകനുമാണ് നായ്ക്കൾക്കൊപ്പം താമസിക്കുന്നത്. വാടകയ്ക്ക് വീടെടുത്ത് നായ്ക്കളെ പാർപ്പിച്ചു തുടങ്ങിയതു മുതൽ നാറിയിട്ട് നാട്ടുകാർക്ക് വഴി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ സ്മെല്ലാണ്. കാറ്റടിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള മറ്റു വീടുകളിലേക്ക് സ്മെല്ല് നല്ലപോലെ വരുന്നുണ്ട്. പട്ടികളെ വളർത്തുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിനെ കുളിപ്പിക്കുകയും അതിന് വൃത്തിയായിട്ട് ഭക്ഷണം കൊടുക്കുകയും അതിൻ്റെ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അതൊന്നും ഇവിടെ നടപ്പിലാവുന്നില്ലെന്നുള്ളതാണ്. അത് അവിടെ തന്നെ തൂറുകയും പെടുക്കുകയും എല്ലാം ചെയ്യുന്ന അവിടെ തന്നെയാണ്. ഇത്ര വൃത്തിഹീനമായ അവസ്ഥയിൽ നിന്നും ഇതിനെ മാറ്റി മറ്റെവിടെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുൻപ് പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. മാർച്ച് 1-ന് മുൻപ് സ്ഥലം ഒഴിയണമെന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ കേന്ദ്ര നടത്തിപ്പുകാർ കുലുങ്ങിയില്ല. ഈ മാസം 20-ന് ഒഴിയണമെന്നത് പഞ്ചായത്തിന്റെ അന്ത്യശാസനമത്രേ. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം മുരളീധരന്റേതാണ് വീട്. അദ്ദേഹത്തിന്റെ മരണശേഷം മകനാണ് ഇവർക്ക് വീട് വാടകയ്ക്ക് നൽകിയത്. അതേസമയം നായകൾക്ക് വിഷം നൽകി ആത്മഹത്യ ചെയ്യുമെന്ന് നടത്തിപ്പുകാരി സന്ധ്യ പറഞ്ഞതായി ആക്ഷേപങ്ങളുമുണ്ട്. എന്തായാലും പഞ്ചായത്ത് നോട്ടീസിൽ 20 വരെ കാത്തിരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നമ്മൾ ഈ എറണാകുളം കുന്നത്തുനാടിലും കണ്ടതാണ് വെമ്പിളിയിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച സംഭവം. അവിടേക്ക് ആ യുവതി നടത്തിയ ആ കേന്ദ്രത്തിലേക്ക് നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ തന്നെ കണ്ടതാണ്. ഇവിടെ പത്തനംതിട്ടയിലും സമാന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതൊരു പൊതുശല്യം, നായസ്നേഹവും മൃഗസ്നേഹവും ഒക്കെ തന്നെ നല്ലതാണ്, പരിപാലനമൊക്കെ ആവശ്യമാണ്. പക്ഷേ അതൊരു പൊതുശല്യമായി മാറുന്നത് ശരിയാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പി വി ശ്രീനിജൻ MLA നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ സുഷമ പ്രഭു, പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ സംഘത്തിൻ്റെ പ്രതിനിധിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. MLA, അവിടുത്തെ പ്രശ്നം പരിഹാരമായോ? കാരണം കളക്ടറൊക്കെ തന്നെ ഇടപെടൽ വന്നു, MLA അടക്കം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയ സംഭവമാണ്. എന്തെങ്കിലും നടപടിയായോ? പി വി ശ്രീനിജൻ, ശ്രീനിജൻ കേൾക്കാമെങ്കിൽ അവിടെ എന്തായി കാര്യങ്ങൾ? ശ്രീനിജൻ, അവിടെ എന്തായി കാര്യങ്ങൾ? ഇതൊരു പൊതുപ്രശ്നമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പത്തനംതിട്ടയിലും മറ്റ് സമീപ തൃശ്ശൂരിലും അങ്ങനെ ഒട്ടനവധി കോളുകൾ എനിക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളുടെ നാട്ടിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പറക്കോട്, കുന്നത്താട് പഞ്ചായത്തിലെ പറക്കോടാണ് ഒരു വീട്ടിൽ, അവർ വാടകയ്ക്കെടുത്തൊരു വീട്ടിലാണ് 60ഓളം തെരുവുനായ്ക്കളെയാണ് അവർ ഇപ്പോൾ അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മാനദണ്ഡവും പാലിക്കാതെ, ഞാൻ ഇതിലൊരു അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ നായ്ക്കൾക്കെതിരെയല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ 60ഓളം നായ്ക്കളെ ഒരു ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചാലുണ്ടാകുന്ന സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ, അത് അവിടുത്തെ വലിയ ജനരോഷം അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് MLA എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അവിടെ ചെല്ലുകയും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ പല ആളുകളും അത് തെറ്റിദ്ധരിച്ച്, ഇപ്പോൾ നമ്മൾ മൃഗസ്നേഹികളെന്ന് പറയുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ, നമ്മളിതൊരു രമ്യമായിട്ട് പരിഹരിച്ചു പോകേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഒരു പലപ്പോഴും തെരുവ് നായ്ക്കൾ കുട്ടികളെയും വൃദ്ധരെയും അല്ലെങ്കിൽ ആളുകളെ കടിക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഇതെങ്ങനെ രമ്യമായിട്ട് പരിഹരിക്കാം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഇങ്ങനൊരു വിഷയം വന്നതോടുകൂടി നിയമസഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരം, ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ കോലഞ്ചേരിയിലാണ് ABC സെൻറ്റർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മൃഗസ്നേഹം പറഞ്ഞുള്ള ആളുകൾ എല്ലാ തെരുവുനായ്ക്കളെ എടുത്ത് ഏതെങ്കിലും എഗ്രിമെന്റ്, വാടകയ്ക്ക് വീടെടുക്കുമ്പോൾ ആ എഗ്രിമെന്റിൽ വളർത്ത് നായ്ക്കളെ താമസിപ്പിക്കാനെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർ വിചാരിക്കും അവർക്കൊപ്പമുള്ള 1, 2, 3 എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴായി. പത്തനംതിട്ടയിലെ സാഹചര്യം തന്നെ നോക്കൂ. അവിടെ നമുക്ക് ഈ പറയുന്ന നായസ്നേഹമൊക്കെ വേണം, പരിപാലനം വേണം. അത് തദ്ദേശ
വകുപ്പുകളൊക്കെ ആ രീതിയിൽ പരിപാലന കേന്ദ്രങ്ങൾ അവരുടേതായിട്ടൊക്കെ ഉണ്ട്, സെന്ററുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ പുറമെ ഇങ്ങനെ കൂട്ടത്തോടെ വരിക എന്ന് പറഞ്ഞാൽ ഒരു പൊതുശല്യമായി മാറുകയാണ്. സമീപവാസികൾക്കൊക്കെ അറിയാമല്ലോ രൂക്ഷമായ ഗന്ധം. പിന്നീട് ഈ കുര കുട്ടികൾക്ക് പോലും പഠിക്കാനോ അല്ലെ പറ്റാത്ത സമയം, പരീക്ഷാ കാലമാണ്, നല്ല ഈ പട്ടി കിടന്ന് കുരയാണ്. 40 പട്ടികളോടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ആ ഒരു സ്ട്രെങ്ത് അറിയാമല്ലോ. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. അതിനെ ഈ പറയുന്ന MLA പറഞ്ഞതുപോലെ ദുർവ്യാഖ്യാനിക്കപ്പെടരുത്. അല്ല, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളമുള്ള മൃഗസ്നേഹികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ എൻ്റെ സോഷ്യൽ മീഡിയയിലടക്കം വലിയൊരു ആക്രമണം നടത്തി. പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഈ പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ എൻ്റെ വീട്ടിൽ 2 തെരുവ് നായ്ക്കളെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന് 2 പേരെ ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വേറെ വല്ലയിടത്തും പോയി നിങ്ങൾ ഇങ്ങനെ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഒരു 60, 50, 100 നായ്ക്കളെ വളർത്തി നിങ്ങൾ മാതൃക കാണിക്കുക. ഇത് വല്ല ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് വലിയൊരു സാമൂഹിക പ്രശ്നമായി ഇത് മാറുന്നത്. ഞാൻ എൻ്റെ മണ്ഡലത്തിലുള്ള ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവൻ തെരുവ് നായ്ക്കൾ വിസർജ്യം വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും പറ്റാതെ മണ്ണെടുത്ത് അതൊരു മറ്റൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ജില്ലാ കളക്ടറുടെ അടുത്ത് സംസാരിച്ചു, RDOനെ അവിടെ പറഞ്ഞു വിട്ടു, ഇപ്പോൾ റിപ്പോർട്ടാക്കി. ഇതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ തെരുവ് നായ്ക്കളെ നമുക്ക് വീണ്ടും തെരുവിലേക്ക് ഇറക്കി വിടാൻ കഴിയില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഇതിനൊരു ഷെൽട്ടർ ഹോം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിനിറങ്ങിത്തിരിക്കുന്ന ആളുകൾ പ്രോപ്പറായിട്ടൊരു ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, എനിക്ക് ഇതുവരെ MLA എന്നുള്ളതിൽ ഇത്തരത്തിലുള്ളൊരു നിവേദനം ആരും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കും അതിൽ ഇടപെടാൻ കഴിയും. ഇങ്ങനെ ഒരു ആവശ്യം നിയമസഭയിലടക്കം അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഒഴിഞ്ഞ പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് ഇങ്ങനെ പ്രോപ്പറായിട്ടൊരു ഷെൽട്ടർ ഹോം സ്ഥാപിക്കാൻ കഴിയണം. ഇതൊരു പൊതുശല്യമായി മാറാതെ രമ്യമായിട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് എടുക്കുന്നത്. അവിടെ പ്രായമായ ആളുകൾ, കുട്ടികൾ ഒരു ഭയപ്പാടോടുകൂടിയാണ് ആ പരിസരത്ത് കൂടി കടന്നു പോകാൻ കഴിയുള്ളൂ. ഈ തെരുവ് നായ്ക്കൾ തന്നെ അതിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ട് കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ ഇന്നലെ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 12 വയസ്സുള്ളൊരു പെൺകുട്ടിയും ആ കുട്ടിയുടെ അമ്മയാണ് ഈ തെരുവ് നായ്ക്കളെ നോക്കുന്നത്. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല. അത്രത്തോളം ഒരു 60 നായ്ക്കളുടെ ഇടയിൽ ഈ ചെറിയ പെൺകുട്ടി എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതൊക്കെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായ സമന്വയം ഉണ്ടാകണം. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ട് ശ്രമം ജനപ്രതികൾ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാവരും ഇടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. MLA, അതായത് ഇതിനുശേഷം MLAക്ക് ഈ ദുർവ്യാഖ്യാനങ്ങൾ ഏത് രീതിയിൽ നേരിടേണ്ടി വന്നു ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതിനു ശേഷം? അല്ല, അതിന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, ഒരു യാതൊരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ. നമ്മളൊരു ജനകീയ വിഷയത്തിലാണല്ലോ ഇടപെടുന്നത്. അത് ഒരു സ്ത്രീക്ക് നേരെയുള്ള അതിക്രമമായിട്ടും അല്ലെങ്കിൽ നായ്ക്കൾക്ക് നേരെയുള്ള, മിണ്ടാപ്രാണികൾക്ക് നേരെയുള്ള അതിക്രമമായിട്ടും ഒക്കെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ പരമാവധി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ ആത്മാർത്ഥമുള്ള ആളുകളുണ്ട്, ഞാനില്ലെന്നൊന്നും പറയില്ല. പക്ഷെ ഇതിൻ്റെ മറവിൽ ഒത്തിരി മോശപ്പെട്ട കാര്യങ്ങളും ഉണ്ടെന്നാണ് സമീപകാലത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ഈ മറ്റ് പ്രവർത്തനങ്ങൾ, ഇപ്പോൾ മയക്കുമരുന്ന് അടക്കമുള്ള വ്യാപനങ്ങളും ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ന്യൂസുകൾ പല കോണിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇത്തരം തെരുവ് നായ്ക്കളുള്ള സ്ഥലത്തേക്ക് ഇപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരാൾ പോലും അതിൻ്റെ അകത്ത് കിടക്കാൻ കഴിയാത്ത തരത്തിൽ ആ 2 നില കെട്ടിടത്തിലും 2 നിലയിലും തെരുവ് നായ്ക്കളെ കൊണ്ട് മൂടിയിരിക്കുകയാണ്. മാത്രമേ അറിയുകയുള്ളൂ. കാരണം അവിടുത്തെ എത്രയും ആളുകൾ, കുഞ്ഞുങ്ങളൊക്കെ അത് വഴി പോകുമ്പോൾ അറിയാമല്ലോ. നാട്ടിൽ നായശല്യം കാരണം ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ അനുഭവിച്ച ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇക്കാര്യമൊക്കെ ഒരു അത് അനുഭവിച്ചെങ്കിൽ നേരിട്ട് വന്ന് അനുഭവിക്കണം. അല്ലാതെ ഇവിടെ ഇരുന്ന് കുറിപ്പിൽ വീര്യം പ്രകടിപ്പിച്ചുകൊണ്ടോ, മാത്രമല്ല താങ്കൾ പറഞ്ഞതുപോലെ അവിടെ കാണുമ്പോൾ മറ്റ് മാരകരോഗങ്ങൾ വരുമോ അവിടെ ആ വീട്ടുകാർക്ക് പോലും എന്ന അവസ്ഥയാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊരു രൂപരേഖ വേണ്ടേ? അങ്ങനെ ഒരു ഇടപെടൽ MLAയുടെ ഭാഗത്തുനിന്ന് ഒരു പൊതുതാൽപര്യം എന്ന നിലയിലെങ്കിലും ഉണ്ടാകേണ്ടതില്ല. കാരണം പത്തനംതിട്ട സംഭവമുണ്ട്, വേറെ നമ്മൾ പറയപ്പെടാതെ ഇത് അനുഭവിക്കുന്ന എത്രയോ ആളുകൾ കാണും. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു രൂപരേഖ വേണ്ടതല്ലേ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ പലപ്പോഴും ഈ വീട്ടുടമസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്തരം ആളുകൾ വീടെടുക്കുന്നത്. ഇപ്പം ഇവിടെയും സമാനമായ കാര്യങ്ങളാണ്.
വീട്ടുടമസ്ഥൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് എഗ്രിമെൻറ്റിൽ പറഞ്ഞു ഞങ്ങൾക്ക് നായ്ക്കളുണ്ട്, അതിനെയും കൂടി ഞങ്ങൾ താമസിപ്പിക്കും. സ്വാഭാവികമായിട്ട് ആരായാലും മൃഗസ്നേഹമുള്ളവരാണെങ്കിൽ വീട് കൊടുക്കുമ്പോൾ 2 നായ്ക്കളല്ലേ ഉള്ളൂ, അത് അവരെ നായ്ക്കളായിരിക്കും, അവരെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളായിരിക്കും. അപ്പോൾ അയാളും പൂർണ്ണ പിന്തുണ, അതിനെന്താ നായ്ക്കളെ വളർത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ 60 നായ്ക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 1998 LSGD നിയമപ്രകാരം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ നായ്ക്കളെ വീട്ടിൽ വളർത്തണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയുടെ അനുമതി പത്രം നമുക്ക് വേണം. അത് മാത്രമല്ല, ഈ നായ്ക്കളെ കൃത്യമായിട്ട് വാക്സിൻ എടുത്തതിന് ശേഷം മാത്രമാണ് വീടുകളിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കേസുകളിലൊന്നും ഓരോ നായ്ക്കൾക്കും ലൈസൻസ് എടുക്കണമെന്നാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു നായ്ക്ക് പോലും ഈ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇവരെടുത്തിട്ടില്ല. അവർ പറയുന്നൊരു വാദം സ്ട്രീറ്റ് ഡോഗ്സിന് ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ്. സ്ട്രീറ്റ് ഡോഗ്സ് വീടിൻ്റെ അകത്ത് ഡൊമസ്റ്റിക് ഡോഗ്സ് ആയിട്ട് മാറുമ്പോൾ ആ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ആ സ്റ്റാറ്റസേ മാറി, വീട്ടിൽ വളർത്തുന്ന നായകൾക്ക് തുല്യമായി. അപ്പോൾ അവർ പറയും അത്തരം ഈ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇവർ ഉയർത്തുന്നത്. നമുക്ക് ആർക്കും നായകളോട് സ്നേഹമില്ല, മൃഗങ്ങളോട് സ്നേഹം. അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഈവൻ ഈ വിഷയത്തിൽ പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ സംഘത്തിന്റെ പ്രതിനിധിയാണ് ഡോക്ടർ സുഷമ പ്രഭു. ഇത് ശരിയാണോ? നോക്കൂ, ഇത്രത്തോളം ആളുകൾക്ക് അവിടെ ശല്യം, പൊതുശല്യമായി മാറുന്ന ഒരിടം, 40-40-40-ലേറെ ഈ നായ്ക്കളെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നു. അത് പൊതുശല്യമായി നാട്ടിലെ ആളുകൾക്ക് അനുഭവിച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതാണോ? അതിനിടപെട്ട MLA-ക്കെതിരെ അടക്കം പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയാണോ ഡോക്ടർ സുഷമ? ആദ്യമായി പറയട്ടെ, MLA പറഞ്ഞു രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന്. പൊളിക്കട എന്ന് പറഞ്ഞ് മതിൽ പൊട്ടിക്കുന്നത് രമ്യമായി പരിഹരിക്കുന്നതല്ല. പിന്നെ വേറൊന്ന് പറഞ്ഞത് പെറ്റ് ഡോഗ്സ് ആണ് ഇവർക്ക് ലൈസൻസ് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അവര് സ്ട്രീറ്റ് ഡോഗ്സ്, സ്ട്രീറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രീറ്റ് ഡോഗ്സ് അല്ല. പക്ഷെ അവര് വേറെത്തിന്റെ ഒരു വകുപ്പിൽപ്പെട്ട റെസ്ക്യൂ ഡോഗ്സ് ആണ്. റെസ്ക്യൂ ഡോഗ്സ് നമുക്ക് ലൈസൻസ് എടുപ്പിക്കാൻ പറ്റൂല. എന്ന് വെച്ചാല് റെസ്ക്യൂ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ നമ്മൾ ഒരു മൃഗത്തിന് അസുഖം കാണുമ്പോൾ അതിനെ എടുത്തുകൊണ്ടുവന്ന് ചികിത്സിച്ച് മിക്കപ്പോഴും തിരിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ വിടാൻ പറ്റാത്ത ആനിമൽസ് ആണ് ഈ ഷെൽട്ടറിൽ തന്നെ കുഞ്ഞുകൂടി നിൽക്കുന്നത്. ശരിയാണ് ഡോക്ടർ സുഷമ. ആ നടുവിലേക്ക് താങ്കൾ നേരിട്ട് അനുഭവിച്ചതല്ലോ ഈ കാര്യങ്ങൾ. അവിടെ അസഹനീയമായ രീതിയിൽ ദുർഗന്ധം, ആ നാട്ടിലൂടെ നടക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ അനുഭവിക്കുന്നു, കുട്ടികൾ പേടിച്ച് പോകുന്നു. അവിടുത്തെ ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ അത് നേരിട്ട് അനുഭവിച്ച് നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ ചെന്ന MLA-ക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ പരിപാലനം എല്ലാം നല്ലതാണ്, നല്ല രീതിയിൽ മൃഗസ്നേഹമൊന്നും ഒരിക്കലും അത്തരം ജീവികളിലൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. പക്ഷേ അതിനെപ്പോലും അതിന് വരെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ആ വിസർജ്യം വീടിന് ചുറ്റും കിടക്കുകയാണ്, ആ നടുവിലാണ് ഇതിനെയും പാർപ്പിക്കുന്നത്. അത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയല്ല. അങ്ങനെയാണ് സംഭവമെങ്കിൽ അത് ശരിയല്ല. പക്ഷെ പിന്നെ കുട്ടികൾ പോകുന്നതിന് പേടിക്കാൻ ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ചുറ്റുമതിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ നായ്ക്കളെ പോയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പുറത്തേക്ക് ഓടി മറ്റുള്ള ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് വാർത്തയിൽ നിന്ന് കിട്ടുന്ന ന്യൂസ് ആണല്ലോ, അത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നെ തീർച്ചയായിട്ടും മാലിന്യം ശരിക്ക് തന്നെ സംസ്കരിച്ചിട്ട് ചെയ്യേണ്ട അത് അത്യാവശ്യമാണ്. അപ്പൊ അതിനൊക്കെ ശരിക്കും പറഞ്ഞാല് പഞ്ചായത്തിന്റെ വകുപ്പുകളുണ്ടല്ലോ. അതൊന്നും അവര് തേടിയിട്ടില്ല, അതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നാട്ടുകാർക്ക് നേരെ കടിച്ചു കയറിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സമയക്കുറവുകൊണ്ടാണ് അങ്ങയുടെ പ്രതികരണം എടുത്തത്. ഞാൻ MLA അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അല്ല മാഡം, സമയക്കുറവുകൊണ്ടാണ്. ഇപ്പോൾ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം വരുന്നത്, അതുകൊണ്ടാണ്. ശ്രീനിജൻ MLA കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കി. അല്ല, നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മതിൽ പൊളിക്കുന്നതൊന്നും ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ. MLA ഒന്നും അല്ല മതിൽ പൊളിക്കുന്നതും മറ്റേതിന് നേതൃത്വം കൊടുത്തത്. അതിൻ്റെ ഹൗസ് ഓണർ അയാളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹൗസ് ഓണറാണ് ചെന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വീടൊന്നും പരിസരമൊന്നും കാണണമെന്ന് പറഞ്ഞപ്പോൾ ഹൗസ് ഓണർ അടുത്ത് പോലും പറഞ്ഞത് നിങ്ങൾ പോലീസ് കോടതിയുടെ ഉത്തരവ് മേടിച്ചിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളാണ് മതിൽ ചാടിക്കിടന്നത്. അപ്പോൾ ഇതിലെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മൃഗസ്നേഹികളുടെ അടുത്തും പൊതുസമൂഹത്തിനടുത്ത് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പം നേരത്തെ ഈ ഡോക്ടർ തന്നെ പറഞ്ഞു, അതായത് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാന പ്രവൃത്തികൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. 60 നായ്ക്കളെ കൊണ്ടതിന് ശേഷമല്ല ഇതൊന്നും ആലോചിക്കേണ്ടത്. കൃത്യമായിട്ട് അവിടെ വരുമ്പോൾ ഇതിനുള്ള സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഈ 60 നായ്ക്കളെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് അതുങ്ങളെപ്പോലും പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അവർ വയലൻ്റ് ആകുന്നു, അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ.
ഈ മറ്റേ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് ഭക്ഷണമാണ് കളക്ട് ചെയ്തിട്ടാണ് ഇവർ അവിടെ കൊണ്ടുവന്നിടുന്നത്. അങ്ങനെ അതിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ ഈ പൊതുജനങ്ങൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ആ മോബിനെ ഒന്നും ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ എത്ര ചെന്നിട്ട് അവരുടെ അടുത്തും ഈ ഇത് നടത്തുന്ന ലേഡിയുടെ ഇടയിൽ ഒരു MLA എന്നുള്ള രീതിയിലും ജനപ്രതിനിധി എന്നുള്ള നിലയിലും നമ്മളിത് രണ്ട് കൂട്ടരെയും ബാലൻസ് ചെയ്ത് പോകാനേ നമുക്ക് കഴിയുള്ളൂ. അല്ലാണ്ട് ഒരു ആക്രമണത്തിനും അങ്ങനെ ഒരു പുറപ്പെടേണ്ട ഒരാളല്ല ജനപ്രതിനിധി. വ്യക്തമാണ്. താങ്കളുടെ നിലപാട് തേടാൻ വേണ്ടിയായിരുന്നു പ്രതികരണം ആരാഞ്ഞത്. ഒപ്പം തന്നെ സുഷമ പ്രഭു സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്.